بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭങ്ങളിലും സ്വഹാബികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിന്റെ ഭാഗമായി ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായി നമ്മൾ ഖുത്ബകളിലൂടെയും മറ്റും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സലാസുൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യങ്ങൾ, മൂന്ന് വിഷയങ്ങൾ, മുഹ്ലികാത്തുൻ അത് മനുഷ്യനെ നശിപ്പിക്കുന്നവയാണ്, വസലാസുൻ മുൻജിയാത്തുൻ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന് രക്ഷ നൽകുന്നവയാണ്, വസലാസുൻ കഫാറാത്തുൻ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത തിന്മകളെ മായ്ച്ചു കളയുന്ന പ്രായശ്ചിത്തങ്ങളും പരിഹാരമാർഗങ്ങളുമാണ്, വസലാസുൻ ദറജാത്തുൻ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ പദവികളെയും സ്ഥാനങ്ങളെയും അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തുവാൻ ഉതകുന്നതാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിശദമായ ഒരു ഹദീസിലൂടെ ചില കാര്യങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. അതിലെ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് അല്പം കൂടുതൽ വിശദീകരണമില്ലാതെ ഒന്ന് ഓടിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സലാസുൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിലൂടെ, ഒരു കാര്യത്തിലൂടെ മനുഷ്യന്റെ നാശമുണ്ടാകും എന്ന് പറയുമ്പോൾ ആ വിഷയം എന്താണ് എന്ന് അറിയാനും പഠിക്കാനും അതിനെ ഗൗരവപൂർവം കാണുവാനുമുള്ള ഒരു മനസ്സ് ആദ്യമായി സത്യവിശ്വാസിക്ക് വേണം. കാരണം ചില വിഷയങ്ങളൊക്കെ പറയപ്പെടുമ്പോ അതൊന്നും അത്ര നിസ്സാരമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവ്വം പഠിപ്പിച്ചുള്ള കാര്യങ്ങളെപ്പോലും അവമതിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരം കാലഘട്ടമാണ്. നമ്മൾ അത്തരം ചിന്താഗതികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ഗൗരവപൂർവ്വം കണക്കാക്കുകയും ഗൗരവപൂർവ്വം എടുക്കുകയും എന്നിട്ട് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടി ആ മുഖത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ നശിപ്പിച്ച് കളയും. മൂന്ന് ദുസ്വഭാവങ്ങൾ വളരെ അപകടകരങ്ങളായ കാര്യങ്ങളാണത്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ചില്ലറയായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക ജീവിതത്തിന് നഷ്ടമാകുന്ന കഷ്ടമാകുന്ന അപകടത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഇന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന് നമ്മൾ വലുതായി തന്നെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമ്മൽ മുഹ്ലികാത്തു, മനുഷ്യൻ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഫശുഹുൻ മുതാഉൻ, മനുഷ്യൻ വിധേയനായി പോകുന്ന പിശുക്ക്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പിശുക്കുമായി അവന് ബന്ധമുണ്ടായിക്കൂടാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള ആവേശവും ത്വരയുമാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഇത്തഖുൽ ളുൽം, നിങ്ങൾ ളുൽമിനെ ഭയപ്പെടണം, അക്രമങ്ങളെയും അനീതിയെയും നിങ്ങൾ ഭയപ്പെടണം. കാരണം ഫഇന്നൽ ളുൽമ ളുലുമാത്തി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളുകളിലെ ഇരുട്ടുകൾക്ക് കാരണമാകുന്നതാണ് ളുൽമ്. ഖിയാമത്ത് നാളുകളിലെ ളുൽമത്തുകളിൽ, ഇരുട്ടുകളിൽ ഒന്നാണ് ഇവിടുത്തെ ളുൽമ്. അതുകൊണ്ട് നിങ്ങൾ ആ ളുൽമിനെ ഭയപ്പെടണം, അക്രമം കാണിക്കുവാൻ പാടില്ല. വത്തഖുശുഹ, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം, പിശുക്ക് നിങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫഇന്നഹു അഹ്ലക മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ നശിപ്പിച്ചത് അത് പിശുക്കായിരുന്നു. മാത്രവുമല്ല ഹമലഹും അലാ അൻ സഫകു ദിമാഉഹും വഅൻ ഇസ്തഹല്ലു മഹാരിമഹും, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതെല്ലാം മനുഷ്യന് പരസ്പരം ചെയ്യാൻ ഒരു കാലഘട്ടത്തിൽ കാരണമായി മാറിയത് പിശുക്കുന്ന സ്വഭാവമാണ്. സമൂഹത്തിൽ നാശത്തിനും അതോടൊപ്പം മനുഷ്യന്റെ പരലോക ജീവിതത്തിനും അപകടകരമായി വർത്തിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചത്. ഈ ഹദീസിൽ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഉൽമ പാടില്ല, മറ്റൊന്ന് പിശുക്കും പാടില്ല. നമ്മൾ സകാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേട്ടപ്പോ അവിടെ മനസ്സിലാക്കുകയുണ്ടായി, സകാത്ത് കൊടുക്കാതെ അതിന് സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്ന, കൂട്ടിവെക്കുന്ന ആളുകൾക്ക് അത് നന്മയല്ല, തിന്മയാണ്. അതവർക്ക് ഗുണമല്ല, മറിച്ച് ദോഷമാണ്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കേണ്ടുന്ന ധനം, സകാത്തായി കൊടുക്കേണ്ടത്, സദഖയായി കൊടുക്കേണ്ടത്, അത് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ നന്മയാണെന്ന് കരുതരുത്. ആ പിശുക്ക് കാണിക്കലും അവർക്കത് ശർറാണ്, അതവർക്ക് ദോഷമാണ്. ഇഹലോകത്തല്ലെങ്കിൽ തീർച്ചയായും പരലോകത്ത് അവർ അനുഭവിക്കേണ്ടി വരും. പിശുക്കെന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നീക്കിക്കളയുന്ന ഒന്നാണ്. കാരണം ഫുഖറാക്കൾക്കും മസാക്കീനുകൾക്കും സാധുക്കൾക്കും നൽകേണ്ടത് നൽകാതെ തടഞ്ഞു വെക്കുമ്പോൾ അത് കാരണമായി അള്ളാഹു അവനെ ശിക്ഷിക്കുകയാണ്. അള്ളാഹു നൽകിയ പലതും ചിലപ്പോൾ എടുത്തു മാറ്റിക്കളയുവാൻ അത് കാരണമായി എന്ന് വരാം. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആ സൂറത്തിൽ ഒരു തോട്ടക്കാരന്റെ കഥ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ, യുവാക്കള്, അവർക്കൊരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ നല്ല ഈത്തപ്പഴങ്ങളും മറ്റു പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് വിളവെടുപ്പേണ്ട സമയമായി, പറിച്ചെടുക്കേണ്ട സമയമായി. അതിന് തലേ ദിവസം രാത്രി അവർ യോഗം ചെയ്യുകയാണ്. എന്താ യോഗത്തിലെ വിഷയം? നാളെ നേരം പുലരുന്നതിന് മുമ്പ് നമ്മളത് പറിച്ചെടുക്കണം, സുബൈക്ക് മുമ്പ് തന്നെ എല്ലാം കൊയ്തെടുക്കണം.
എന്തിനു വേണ്ടി? നേരം പുലർന്ന് നമ്മളത് കൊയ്തെടുക്കാൻ ചെന്നാൽ, നമ്മളത് പറിച്ചെടുക്കാൻ ചെന്നാൽ സമീപവാസികൾ വരും, ദരിദ്രന്മാര് വരും, അവർ ചോദിക്കും, അവർക്ക് കൊടുക്കേണ്ടി വരും. സഹോദരന്മാരെ, ഏതൊരു നന്മ ചെയ്യുമ്പോഴും അള്ളാഹു നമുക്ക് സാമ്പത്തികമായോ മറ്റോ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ട്, വരാറുള്ള ഒരു തോന്നലുണ്ട്. എന്താ? അത് ഇന്റെ കയ്യിൽ ഇന്ന ഉള്ളത് മറ്റാളെ അറിയരുത്. അതവൻ ചോദിക്കാൻ വരും, അവനത് ആവശ്യപ്പെടും. അതുകൊണ്ട് അവരാരും കാണാതെ ഞാനിത് ചെയ്യട്ടെ, അവരാരും അറിയാൻ ഞാനിത് ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വരാറുണ്ട്. ഇവിടെ കുറച്ച് യുവാക്കൾ രാത്രി തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനം? നേരം പുലർന്നതിന് മുമ്പ് ആ തോട്ടത്തിലെ പഴങ്ങളെല്ലാം പറിച്ചെടുക്കണം. നേരം പുലർന്ന് പറിക്കാൻ ചെന്ന ആളുകൾ കാണും, അപ്പൊ അവർക്കും കൊടുക്കേണ്ടി വരും. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ സുഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നേരം പുലരുന്നതോടുകൂടി എല്ലാം കൊയ്തെടുക്കണം, പറിച്ചെടുക്കണം എന്ന നിലക്ക് അവർ സത്യം ചെയ്തുകൊണ്ട് രാത്രി തീരുമാനമെടുക്കുകയാണ്. രാത്രി ആ തീരുമാനമെടുത്തവർ ഉറങ്ങാൻ കിടന്നു. അള്ളാഹുവിന്റെ ശിക്ഷ ആ വളപ്പിലേക്ക് വരികയാണ്, റബ്ബിന്റെ ശിക്ഷ തോട്ടത്തിലേക്ക് വരികയാണ്. അവർ ആ കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള തീരുമാനമേ ഉണ്ടായിട്ടുള്ളൂ. അത് ചവച്ചരച്ച വൈക്കോൽ ചണ്ടി പോലെ അള്ളാഹു ആ തോട്ടത്തെ ആക്കി മാറ്റി. സൂറത്തുൽ ഖലം 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഒരു കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ സംഭവം നമ്മൾ പഠിപ്പിക്കുകയാണ്. പിശുക്കിന്റെ മനസ്സ് വന്നിട്ടേയുള്ളൂ, അപ്പോഴേക്കും അവർക്ക് ഈ നാശം അള്ളാഹു ഈ ലോകത്ത് കൊടുത്തു. പരലോകത്തേക്ക് എത്തിയാലോ അതും നാശമാണ്. അപ്പോ കാര്യസമ്പത്താകട്ടെ, കാർഷിക സമ്പത്തുകളാകട്ടെ, കച്ചവട സമ്പത്താകട്ടെ, എന്തെന്നെയാണെങ്കിലും ശരി, അതെല്ലാം എനിക്കുള്ള അനുഗ്രഹങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് ജനങ്ങൾക്കൊന്നും കൊടുക്കാതെ ജീവിക്കണം എന്ന നിയ്യത്ത് വന്നാൽ തന്നെ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് ഈ സംഭവത്തിലൂടെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരു അടിമയുടെ മനസ്സിൽ ഈമാനും പിശുക്കും ഒന്നിക്കൂല എന്ന. ഈമാനുള്ളവന്റെ മനസ്സിൽ പിശുക്ക് വരാൻ പാടില്ല. അഥവാ അവന് പിശുക്ക് കഠിനമായി വരികയാണെങ്കിലോ മനസ്സിലാക്കണം, ഈമാനിന്റെ ദുർബലതയാണ്, ഈമാനിന്റെ പോരായ്മയാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്, ലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാൻ. ഈമാനും പിശുക്കും ഒന്നിക്കുകയില്ല ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരു അടിമയുടെ മനസ്സിൽ ഇത് രണ്ടും ഒരിക്കലും ഒന്നിക്കുകയില്ല. ഈ രോഗത്തിൽ നമ്മൾ മുക്തരാകേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് ഒന്നുകിൽ നല്ലൊരു മനസ്സുണ്ടാകുക, കൊടുക്കാൻ താല്പര്യപ്പെടുന്ന മനസ്സ്, വിശാലമായ മനസ്സ്. ഇനി ഒരാളെ കൊണ്ട് എന്താണോ ചെറുതാണെങ്കിൽ പോലും ചെയ്യാൻ കഴിയുക അത് കൊടുക്കുക, അതിനുള്ള വിശാലമായ മനസ്സുണ്ടാകണം. ആരെങ്കിലും തന്നെ പിശുക്കിൽ നിന്ന് മോചിപ്പിച്ചാൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവനാണ് വിജയി. കൊടുക്കുന്നിടത്തും ചിലവഴിക്കുന്നിടത്തും മനസ്സിൽ കുടുസത വരാൻ പാടില്ല, അതൊരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല. അങ്ങനെ ഉണ്ടായാൽ അത് മുഹ്ലികാത്ത്, മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ്. 2 വഹവൻ മുത്തബഅ. വഹവൻ മുത്തബഅ, മനുഷ്യൻ വിധേയനായി പോകുന്ന അവന്റെ ഇച്ഛ. പലപ്പോഴും മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരുന്ന ഒരു കാര്യമാണ് അവൻ തന്റെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വിധേയനായി പോകുന്നു. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളുണ്ട്, ഒരു ഭാഗത്ത് പ്രവാചകന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്കതൊന്നും പ്രശ്നമല്ല. എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാനത് പറയും. എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാനത് ചെയ്യും. അത് ഖുർആനിനെതിരാണെങ്കിലും ശരി, ഹദീസിനെതിരാണെങ്കിലും ശരി, ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണെങ്കിലും ശരി, എന്റെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും എന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കേട്ടുണ്ടാവും നിങ്ങൾ ചില ആളുകളൊക്കെ. എന്താ പറയാറുള്ളത്? സംഗതികൾ പറഞ്ഞൊക്കെ ശരിയാ, ഖുർആൻ അങ്ങനെയൊക്കെ ഉണ്ട്, സംഗതി പിന്നെ ഹദീസിൽ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മക്ക് അങ്ങോട്ട് അതാണ് സൂക്കേട്, അതൊരു സൂക്കേട് തന്നെയാ. അതാണ് ഹവൻ മുത്തബ, മനുഷ്യന് വിധേയനായി പോകുന്ന ഇച്ഛ. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി തന്റെ ഇച്ഛയെ പിൻപറ്റാൻ പാടില്ല. ഇച്ഛയെ ദൈവത്തെ ഇച്ഛയാക്കുക എന്നൊരു പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് അനുസരിക്കുന്ന പോലെ, അള്ളാഹു പറയുന്നത് അനുസരിക്കുവാനും എത്രമാത്രം കടപ്പെട്ടവനാണോ എന്നതുപോലെ സ്വന്തം ഇച്ഛയും താല്പര്യവും പറയുന്ന കാര്യങ്ങളെ മനുഷ്യൻ അനുസരിച്ചു പോകുന്നു. അതൊരു നാശമാണ് എന്നാണ്. നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങളല്ല, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളല്ല, എനിക്ക് എന്ത് നന്നായി തോന്നുന്നു അതല്ല ഇസ്ലാം ദീൻ, മറിച്ച് അള്ളാഹ് പറയുന്നതാണ് ഇസ്ലാം. അത് ചിലപ്പോൾ സംഘടനകൾക്കെതിരായിരിക്കാം, അത് ഗ്രൂപ്പുകൾക്കെതിരായിരിക്കാം. അവിടെ സംഘടനയാണ് വലുത്, ഗ്രൂപ്പാണ് വലുത്, എന്റെ മനസ്സാണ് വലുത്, എന്റെ കൂടെയുള്ള ആളുകളാണ് വലുത്. അല്ല സുഹൃത്തുക്കളെ,
പരലോകം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന നമ്മൾക്ക് അങ്ങനെ ആകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മനസ്സ് തുറന്നു വെക്കുക, മനസ്സിന് എല്ലാം മാറ്റി വെക്കുക, എന്നിട്ട് ഖുർആൻ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഹദീസ് ഇങ്ങോട്ട് എടുക്കുക. ഇത് രണ്ടും തുറന്നു വെച്ചിട്ട് അതിൽ എന്തുണ്ടോ അതിനെ ആദർശമായി മനസ്സിലേക്ക് കയറ്റി വെക്കുക. അത് സത്യത്തിന്റെ പാതയാണ്, അത് സത്യത്തിന്റെ മാർഗമാണ്. അങ്ങനത്തെ ഒരാൾ ഒരിക്കലും വഴിപഴക്കൂല. എങ്ങനെ? മനസ്സിൽ നിന്ന് എല്ലാം മാറ്റിവെച്ച്, എല്ലാം ഒഴിവാക്കി, ഖുർആനും ഹദീസും തുറന്നു വെച്ച് അതിൽ എന്ത് കാണുന്നോ അത് മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അത് മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവൻ പിഴക്കുകയില്ല. മറിച്ച് ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കുക, ഓരോരുത്തരും ഓരോ ഉദ്ദേശങ്ങൾ ആദ്യം ഉണ്ടാക്കുകയാണ്, സ്വന്തം ആദർശം മനസ്സിൽ പടച്ചുണ്ടാക്കുകയാണ്, അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയാണ്. എന്നിട്ടോ പിന്നെ ഖുർആൻ തുറക്കുക. അപ്പൊ ഖുർആൻ തുറന്നു നോക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ, ഞാൻ നെയ്തെടുത്ത ആദർശത്തിനെതിരാണ് ഖുർആനിൽ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ആയത്തോതുക. എന്നിട്ട് ഒരാളും സിഹർ കൊണ്ട് ഒരു ഫലം ചെയ്യുകയില്ല, ബാക്കി കട്ട് ചെയ്യുക. അപ്പൊ സൗകര്യായി. ഈ സംഘടനയെ നാമാണ് ഇറക്കിയത്, നാം സംരക്ഷിക്കും. കളവ് പറയാ, സൗകര്യായി. ആദർശം സ്വയം പടച്ചുണ്ടാക്കി തോന്നിയതെല്ലാം പറഞ്ഞും തോന്നിയതെല്ലാം പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങുമ്പോ ആയത്തുകൾ കട്ട് ചെയ്ത് മുറിച്ചു വെച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടി വരികയാണ്, ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരികയാണ്. ഹദീസുകൾ നോക്കുമ്പോഴോ നമ്മൾ ഉണ്ടാക്കി വെച്ച, മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾക്ക് മുഴുവൻ എതിരാം. അപ്പോ ആ ഹദീസ് അത് ഖുർആനെതിരാണ്, ആ ഹദീസ് അത് ബുദ്ധിക്കെതിരാണ്, ആ ഹദീസ് സംഘടനക്കെതിരാണ്, ആ ഹദീസ് നമ്മുടെ തീരുമാനത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾക്കും ആയത്തുകൾക്കും എതിരെ. എന്തുകൊണ്ടാ? ആദ്യം ആദർശം പടച്ചുണ്ടാക്കി. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ പിഴവാണ് പണ്ട് ഖവാരിജുകൾക്ക് സംഭവിച്ചത്, ഈ പിഴവാണ് പണ്ട് മുഅ്തസിലകൾക്ക് സംഭവിച്ചത്. അപ്പൊ സ്വന്തമായി ആദർശം പടച്ചുണ്ടാക്കാതെ ഖുർആനിലും ഹദീസിലും എന്തുണ്ടോ അതിനെ ആദർശമായി കണ്ട് അത് മനസ്സിലേക്ക് കയറ്റുവാനുള്ള ഈമാനും വിശ്വാസം ആളുകൾക്ക് വേണം. അവന് രക്ഷയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം സൂറത്തുൽ അൻഫാൽ 24-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? പ്രവാചകരെ, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു, നിങ്ങൾ ഉത്തരം കൊടുക്കണം. ആർക്ക് ഉത്തരം കൊടുക്കണം? ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുക്കും റസൂലിനും. അല്ലാഹ് വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലണം. നിങ്ങൾ ഖുർആനിലുണ്ട് ഇങ്ങനെ, സ്വീകരിക്കൂ. ഹദീസിലുണ്ട് ഇങ്ങനെ, സ്വീകരിക്കൂ. അതാണ് അല്ലാഹുക്കും റസൂലിനും ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാഹുവും റസൂലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. എപ്പം? ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ പരലോക രക്ഷക്ക് ഉതകുന്ന നന്മയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. അള്ളാന്റെ കൽപ്പനയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. തെറ്റിദ്ധാരണ ആവശ്യമില്ല, അള്ളാഹ് പറയുന്നതാ. ചില ആളുകൾ അള്ളാന്റെ വിളി സ്വീകരിക്കുന്നില്ല, ചില ആളുകൾ റസൂലിന്റെ വിളി സ്വീകരിക്കുന്നില്ല, ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹ് പറയുന്നു സൂറത്തുൽ ഖസസ് 50-ാമത്തെ ആയത്ത്, ഫഇല്ലം യസ്തജീബൂ ലക, ഇനി അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വിളിക്കവർ ഉത്തരം കൊടുക്കുന്നില്ല എങ്കിൽ, പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഫഅലം, മനസ്സിലാക്കൂ, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർക്ക് ഹദീസിനേക്കാൾ വലുതും അവരുടെ ഇച്ഛയാണ്, സ്വന്തം തീരുമാനങ്ങളാണ്, സ്വന്തം താല്പര്യങ്ങളാണ്. അള്ളാഹു അവർക്ക് വലുതല്ല, റസൂൽ അവർക്ക് വലുതല്ല, പ്രമാണങ്ങൾ വലുതല്ല, വേറെ എന്തെല്ലാം അവർക്ക് വലുതാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹ് പറയാ, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, റബ്ബിന്റെ ഹുദയില്ലാതെ, റബ്ബിൽ നിന്നുള്ള പ്രമാണമില്ലാതെ സ്വന്തം നിശ്ചയയും തീരുമാനങ്ങളെയും പിൻപറ്റി പോകുന്നവനേക്കാൾ വഴി പഴച്ചവൻ വേറെ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ പഴച്ചവൻ ആരാ? ഹദീസ് സ്വീകരിക്കണമെന്ന് പറയുന്നവനല്ല. നമ്മുടെ ദൃഷ്ടിയിൽ പഴച്ചവൻ അവനായിരിക്കാം, പുറത്താക്കപ്പെടുന്നവൻ അവനായിരിക്കാം. ഓക്കെ, യഥാർത്ഥമായ കോടതി അള്ളാഹുവിന്റെ കോടതിയാണ്. അവിടെ ആരും പുറത്താക്കാണ്ടാവൂല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞു കേട്ട് ജീവിച്ചോളി. അവിടെ ആരും പിന്താങ്ങാനുണ്ടാവൂല, അവിടെ ആരും പണം തരാനുണ്ടാവൂല, അവിടെ ആരും ഭൗതികപരമായ സുഖങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി തരാനുണ്ടാവൂല. റബ്ബ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ആ ജാതി പേടിയും ബേജാറും നമുക്ക് ആവശ്യമില്ല. നോക്കി നിങ്ങൾ, അള്ളാഹ് പറയാണ് അള്ളാന്റെ ഹുദയില്ലാതെ, അള്ളാഹുവിന്റെ മാർഗമില്ലാതെ സ്വന്തം നിശ്ചയെ പിൻപറ്റുന്നവനേക്കാൾ വഴിപഴച്ചവന് വേറെ ഒരാളുമില്ല. അവനാണ് ഏറ്റവും വലിയ വഴിപഴച്ചവൻ. അപ്പോ ചുരുക്കി പറയാം, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്നതൊന്നുമില്ല. അഖീദന്റെ കാര്യമാകട്ടെ, പിന്നെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളാകട്ടെ, നമ്മൾ അനുഷ്ഠിക്കുന്ന മറ്റു മേഖലകളാകട്ടെ, അല്ലെങ്കിൽ പൊതു ഒരു വിശ്വാസിയുമായി ബന്ധപ്പെട്ട അവൻ നിത്യജീവിതത്തിൽ എന്ത് കാര്യമാകട്ടെ, അവിടെയെല്ലാം എന്റെ ഇച്ഛയേക്കാൾ വലുത്, എന്റെ താല്പര്യങ്ങളെക്കാൾ വലുത് അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതാണ്. പലിശ ഹറാമാണ്. ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ഹദീസിലും പറഞ്ഞു. പക്ഷെ ആളുകൾക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല.
അവന് പലിശയുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റി സ്വന്തം ഇച്ഛയെ പിൻപറ്റി. സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും പാടില്ല. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല. അവർ പലപ്പോഴും കഴുത്തും മറ്റും അവയവങ്ങൾ പുറത്തു കാണിച്ചു നടക്കുന്നു. എന്താ?